ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മീൻ കറി വെക്കുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ പലരും വെക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടുകയും ചെയ്യും. മാത്രമല്ല കുറച്ച് ദിവസം നമുക്ക് പുറത്ത് തന്നെ വെച്ചാലും കേടാവാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാവരും മീനൊക്കെ ക്ലീൻ ആക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഒരു കത്രികയൊക്കെ വെച്ചിട്ട് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു വാല് ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാട്ടിലും നമുക്കൊന്നുകൂടി എളുപ്പമായിരിക്കും. മാത്രമല്ല കുറച്ചൊക്കെ പഴകിയിട്ടുള്ള മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചൊക്കെ ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മീനൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വാൽഭാഗവും അതുപോലെ തന്നെ ആ തലയുടെ ആ ഒരു കണ്ണുള്ള ഭാഗവും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കുമ്പോൾ നമുക്ക് വിനാഗിരി ഒരല്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഉപ്പ്, കല്ലുപ്പായാലും വേണ്ടിയില്ല, ഇനിയിപ്പോൾ പൊടിയുപ്പായാലും വേണ്ടിയില്ല, എടുത്തിട്ട് നമുക്ക് അതിൽ ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ഉരച്ചിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല ഒരു തിളക്കത്തോടു കൂടി തന്നെ നമുക്കതിലുള്ള അഴുക്കൊക്കെ പോയിട്ട് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു കത്രിക വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് മീൻകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇഞ്ചി ഞാനൊരു ഇടികല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കണേക്കാട്ടിലും നല്ലത് ഇതേപോലെ ഇടികല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. ഇനി ഇതേപോലെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി പിടികല്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. നന്നായിട്ട് അരഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സവോളയാണ്. അപ്പോൾ ഒരു സവോള ഒരു അത്യാവശ്യം വലുതായിരുന്നു, ഒന്ന് ചെറുതുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻകറി തയ്യാറാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം മീനൊക്കെ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു അളവൊക്കെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മീൻ വെച്ചിട്ടാണ് ചെയ്യണത്, അതിനുള്ള അളവാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാനാണ് പോണത് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ ഒരുപാട് അങ്ങോട്ട് പൊട്ടി കറുത്ത കളറായി പോകണ്ട. ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച കുത്തലുണ്ടല്ലോ അതൊന്ന് മാറുന്നത് വരെ മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാനിപ്പോൾ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഉപ്പ് ചേർത്ത കാരണം തന്നെ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ പോയിട്ട് ഒന്ന് മാറിയിട്ട് ചേഞ്ചായി വരും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതായിരിക്കും. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് കുക്കാവാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തന്നെ എടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് അതിൻ്റെ ആ ഒരു പച്ച
സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-2 പച്ചമുളക് കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നമ്മൾ ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു ഞാനിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ കുടംപുളി ഞാനൊരു 2-3 പീസ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് പെട്ടെന്ന് തന്നെ പുളിയൊക്കെ ഇറങ്ങിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതേപോലെ എണ്ണ തെളിയുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു സവോള അതുപോലെ തന്നെ തക്കാളിയുടെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളകൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എക്സ്ട്രാ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു പെരുംജീരകം കൂടി ചേർത്തിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ നമുക്കിതിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്ക് പുളിയൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഇനി ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അത്യാവശ്യം പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരല്പസമയം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഒരല്പം ഒന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള മീനുകളൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഒരു 7 മിനിറ്റിലധികം ഒന്നും നമ്മൾ വെക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് മാറും എന്നുള്ളത് മാത്രമല്ല, മീനൊക്കെ പെട്ടെന്ന് തന്നെ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സമയം വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത്. ഒരു 7 മിനിറ്റിൽ വരെയൊക്കെ മാത്രമേ നമ്മൾ കുക്ക് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കറി അങ്ങനെ തവി വെച്ചിട്ട് അങ്ങനെ അധികം ഇളക്കാൻ പാടില്ല. അപ്പോൾ മീനൊക്കെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇതേപോലെ സൈഡിലൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഗ്രേവിയൊക്കെ പെട്ടെന്ന് കുറുകി ഇട്ടുള്ള രീതിയിലുള്ള ഒരു ഗ്രേവിയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ സവാളയൊക്കെ അരച്ച് തക്കാളിയൊക്കെ അരച്ച് തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പലരും മീൻകറി വെക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് തന്നെ ഒരു 2-3 ദിവസം വെക്കാവുന്നതാണ്. നമ്മൾ കുടംപുളി ചേർത്തത് കാരണം അത്ര പെട്ടെന്ന് കേടാവുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.